UDF സർക്കാരിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച അല്ലെങ്കിൽ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ പല രീതിയിൽ UDF സർക്കാരിനെ ഉത്തരം മുട്ടിച്ച മുഖ്യമന്ത്രി VD സതീശനെ പ്രവോക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാറി മാറി വന്ന സർക്കാരിനെ LDF സർക്കാരും UDF സർക്കാരും എന്തിനാണ് അജിത് കുമാറിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? അപ്പോൾ അജിത് കുമാർ LDF സർക്കാർ പൊതിഞ്ഞു പിടിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. പൂരം കലയ്ക്ക് അത് ആരോപണമാണെങ്കിൽ കൂടിയും ആ ആരോപണത്തിൽ അജിത് കുമാറിന്റെ പങ്ക് എന്താണ്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അജിത് കുമാറിന്റെ പങ്ക്, CPM BJP ഡീൽ എന്ന് പറയുന്ന കാര്യങ്ങൾ, പിന്നീട് ആലപ്പുഴയിൽ നടന്ന നവകേരള യാത്ര പോകുമ്പോൾ ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കേസ് വരികയും ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ പല സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് LDF സർക്കാർ MR അജിത് കുമാറിനെ ചേർത്ത് പിടിച്ചത്. എന്നാൽ മാറി വന്ന UDF സർക്കാർ എന്തിനാണ് തങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികളോട് ചെയ്തൊന്നും മറക്കില്ല എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ എന്തിനാണ് അജിത് കുമാറിനെ എതിരെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് എതിരായ ഒരു നിലപാടെടുക്കാത്തത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട നിലപാട് എടുത്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞു, വ്യക്തമായ മറുപടികൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ച അത്രത്തോളം എത്തിയില്ലെങ്കിലും ഒരു നിലപാടെടുത്തില്ലേ? നിലപാടെടുത്തത് മാത്രമല്ല, നമ്മൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സർക്കാർ എടുത്ത എല്ലാ നിലപാടുകളും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, കാരണം പൊതു താല്പര്യം എന്താണെന്ന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, കാരണം വളരെ കാലമായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കാരണം ഈ DGP അജിത് കുമാറിന്റെ പേരിൽ പല ആരോപണങ്ങളും ഉണ്ട്, നിരവധി ആരോപണങ്ങൾ. അത് പോലീസ് സേനയിൽ തന്നെ പല ഉദ്യോഗസ്ഥരോടും വളരെ മോശമായിട്ട് പെരുമാറുക, അവർക്കെതിരെ പല തരത്തിലുള്ള നടപടി എടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട്, അതായത് അജിത് കുമാറിന്റെ എതിരെ DGP റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുന്നു, ഉടൻ തന്നെ നടപടി എടുക്കുന്നു. അതിനൊരു സമയം വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അതിന് ഒരു സമയമെടുത്തു. കാരണം ഈ മാസം ഈ നടപടി എടുത്തില്ലെങ്കിൽ ADGP അജിത് കുമാർ പ്രൊമോഷൻ കിട്ടി DGP ആയേക്കാം എന്നുള്ളൊരു ആശങ്കയായിരുന്നു ജനങ്ങൾക്ക് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അതെ അതൊക്കെ അപ്പൊ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ഞാൻ ആണല്ലേ ആദ്യം മുതലേ അജിത് കുമാറിനെതിരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കുകയും പല കാര്യങ്ങൾ പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ആളാണ് അജിത് കുമാർ എന്ന് പോലും പറയുകയും, പക്ഷേ ഭരണപക്ഷത്ത് വന്നപ്പോൾ ആദ്യം എടുത്ത നിലപാട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ നടന്ന അന്വേഷണം അട്ടിമറിക്കാൻ DGP അജിത് കുമാർ ചെയ്ത കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ള പോലെ ചിന്തിക്കുന്ന രീതിയിലാണ്. കാരണം ഈ കേസ് കോടതിയിൽ പോലും നിൽക്കരുത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ എത്തിയാൽ തള്ളിപ്പോകണം എന്നുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ക്രൂര കൃത്യം ചെയ്തിട്ട് അതിനെ മറിച്ച് അന്വേഷണം അട്ടിമറിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര പോലെ ജനങ്ങളുടെ അതാണ് പറഞ്ഞത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ആണ് പോലീസ് ഉദ്യോഗസ്ഥർ, ഗൺമാൻ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താണ്? മാധ്യമങ്ങൾക്കെല്ലാം വിഷ്വൽ ഉണ്ട്, പൊതുസമൂഹത്തിന് ഇതൊന്നും കാണാത്ത ആളല്ലല്ലോ പിണറായി വിജയൻ. പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്താണ്? ഞാൻ കണ്ടതല്ലേ രക്ഷാപ്രവർത്തനമായിരുന്നു. അപ്പോൾ അത് CPM ആരെങ്കിലും തള്ളി അവരെ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടിട്ട് അവരെ മാറ്റിയതാണ് എന്നാണ് പറയുന്നത്. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ട് അതിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നു. ആ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കെതിരെ കോടതിയിലേക്ക് പോകുന്ന പരാതി നൽകുന്നു. അത് കേസ് കോടതിയിൽ എത്തുമ്പോൾ നോക്കുമ്പോൾ അജിത് കുമാർ ആരെ സംരക്ഷിക്കുന്നു? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ശരിയാകട്ടെ, അടികൊണ്ടവർ എന്തോ ആയിക്കോട്ടെ, നേരിട്ട് ജനങ്ങൾ കണ്ട സംഭവമാണ്. എന്നിട്ടാണ് ഈ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് അല്ലെങ്കിൽ അടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. ഗൺമാൻമാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പിന്നെ UDF സർക്കാർ വന്നപ്പോൾ ഗവൺമെന്റ്മാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും SIT ഒക്കെ വന്നു, എല്ലാവരും പ്രഖ്യാപിച്ചു, സസ്പെൻഡ് ചെയ്തു. ഇത് കൂടാതെ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇതിനകത്ത് കീഴ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ രീതിയിലേക്ക് ചെയ്യണമെന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു എന്നുള്ള കാര്യം ഇപ്പോൾ കീഴ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുകയാണ്. അപ്പൊ മൊഴി നൽകിയിരിക്കുമ്പോൾ ഇവരെന്താ വെച്ചാൽ പറയുന്നത്, അന്ന് സമ്മർദ്ദം മൂലമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഇവർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ സത്യം എന്ന് വെച്ചാൽ അതിന്റെ ഭാഗത്ത് നിൽക്കാൻ തോന്നുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് മാറ്റി ചെയ്യിപ്പിക്കുകയും അവരിപ്പം മൊഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിരവധി പേർക്കെതിരെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന IPS ഉദ്യോഗസ്ഥൻ P. വിജയനെതിരെ
ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ADGP അജിത് കുമാറാണ് ശ്രമിച്ചെന്നുള്ള ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ആലപ്പുഴ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന കേസുമായി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് പരിഗണിച്ചില്ലെങ്കിൽ പോലും അജിത് കുമാറിന് നല്ലതൊന്നും ചെയ്തത് പറയാൻ വേണ്ടിയില്ല. എടുക്കുമ്പോൾ തൃശൂർ പൂരം കലക്കിയതാകട്ടെ, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാകട്ടെ, അങ്ങനെ എടുത്ത് അല്ലെങ്കിൽ സ്വന്തം സേനയ്ക്കകത്തുള്ളവർക്ക് പോലും ഒരു തരത്തിൽ സമാധാനം. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ജനങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ, എത്രയോ ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ളോ, എന്തൊക്കെ കാര്യങ്ങൾ അവർക്കെതിരെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. കേസ് അന്വേഷണം ഇനിയും തുടരും. ഇത് മാത്രമല്ല, ഇപ്പൊ അറിയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കേസ് ഇപ്പം രക്ഷാപ്രവർത്തനത്തിന്റെ കേസിലാണുള്ളത്. പിന്നെ അടുത്ത മറ്റു കേസുകൾ, ഇപ്പൊ വിജയന്റെ കേസിലാണെങ്കിൽ അതും കേസ് കൊടുത്തിരിക്കുകയാണ്. വിജയൻ തനിക്കെതിരെ കള്ളക്കേസ് ആരോപിച്ചെന്നുള്ളത്. അപ്പൊ ആ കേസ് വരാൻ പോകുന്നു, അതിലും അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു വരുന്നുണ്ട്. അതുകൂടാതെ കുറെ കേസുകൾ അജിത് കുമാറിനെതിരെ ഇനി അന്വേഷണം നടക്കാൻ പോകുന്നു. ഓരോന്നിലും സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ളൊരു റിപ്പോർട്ടും കൂടിയാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ കേസിൽ എങ്ങനെയെങ്കിലും ഇനിയിപ്പോ സ്വാഭാവികമായും അദ്ദേഹം കോടതിയെ സമീപിക്കും. കാര്യം അത് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു. എടുപടിയെന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളെ തിരക്കിട്ട്, പലർക്കും തിരക്കുകളുണ്ട്, അപ്പൊ ആ തിരക്കിനനുസരിച്ച് ഞങ്ങൾ കേസ് വീണ്ടും കോടതിയെ സമീപിക്കും. ഇപ്പോഴും വേണമെങ്കിൽ അജിത് കുമാറിനെ ട്രൈബ്യൂണൽ കോടതിയെ സമീപിക്കാനുള്ള പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ പിൻവലിച്ചേക്കാം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഇനി ഉയർന്ന സ്ഥാനത്തേക്ക് പോകാൻ കേസ് ഉള്ളത്. അപ്പൊ എന്തായാലും DGP ആകാൻ കഴിയില്ല, അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇനി ഒരു ഉന്നത പോസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ചിരിക്കും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം പോലീസ് ഉദ്യോഗസ്ഥനായാലും കോടതിയുടെ മുന്നിൽ തെളിവുകൾ ശക്തമാണ് എങ്കിൽ ഇദ്ദേഹത്തിന്, ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്കറിയാവുന്ന കേസുകൾക്ക് അപ്പുറത്തേക്ക് കേസുകൾ ഉണ്ടാകും. പല ഉദ്യോഗസ്ഥനും ഇനിയിപ്പോൾ പരാതിപ്പെടാനുള്ള ധൈര്യം പണി. ഒന്ന് സർക്കാർ മാറി, ഇനി അജിത് കുമാറിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ കേസുകൾ അജിത് കുമാറിന്റെ പേരിൽ ഉണ്ട് താനും. അപ്പോൾ അവർക്ക് സത്യസന്ധമായിട്ടുള്ള പരാതികൾ വീണ്ടും വരികയാണെങ്കിൽ ചിലപ്പോൾ പോലീസ് കുപ്പായം അഴിച്ച് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം പോലും എത്തും. കാരണം എന്തായാലും അജിത് കുമാറിനെ പൂട്ടാൻ തന്നെയാണ് ഈ സർക്കാരിന്റെ തീരുമാനം എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ, ഇത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയാണ്. 1.5 മാസം കൊണ്ടാണ് പരിപാടി. അത് കഴിഞ്ഞ ആഴ്ചയാണ് വിശദീകരണം തേടിയത്. ആ വിശദീകരണം കിട്ടി, DGP കിട്ടുന്നു, DGP ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ അതിന്റെ അകത്ത് മറ്റൊരു കാര്യം, അതിൽ വ്യക്തമായ കാരണം ഉള്ളത് കൊണ്ടാണ് നടപടി എടുക്കാൻ തീരുമാനം. അല്ല, അതിന്റെ അകത്ത് ഇനിയിപ്പോ പോലീസുകാരാണ് നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തി, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാരിന്റെ മാത്രം പിടിപ്പുകേടാണോ, അതോ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചതാണോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുക്കാൻ വൈകിയതോ, അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പറയാതിരുന്നതോ ആണെന്നുള്ളത്. എന്തായാലും UDF സർക്കാരിന് ഇതൊരു ആശ്വാസമാണ്, സമാധാനമാണ്. കാര്യം ഇനിയിപ്പോ അജിത് കുമാറിന്റെ പേര് പറഞ്ഞുള്ള ചർച്ചകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം അജിത് കുമാറിൻ്റെതാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ സർക്കാരിന് കഴിയാറില്ല. കാര്യം ഞങ്ങളുടെ കുട്ടികളെയാണ് ഉപദ്രവിച്ചതും അല്ലെങ്കിൽ SFI-കാരെയോ RSS-കാരോ അല്ല ഉപദ്രവിച്ചത്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്. ആദ്യത്തെ ദിവസം തന്നെ VD സതീശൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? അപ്പൊ അതൊക്കെ മാറ്റി, അല്ലെങ്കിൽ അതൊക്കെ മാറിയോ, അല്ലെങ്കിൽ നിലപാടുകളിൽ മാറ്റം വന്നോ? അജിത് കുമാറിനെ എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലായി, UDF സർക്കാരിന് അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് LDF സർക്കാരിന്റെ മാത്രം ആവശ്യമായിരുന്നു അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടതെന്ന്. ഇനി എന്തെങ്കിലുമൊക്കെ കേസുകൾ LDF സർക്കാരിന്, കാര്യം അജിത് കുമാർ അകത്താവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കേസുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ LDF-നെതിരെ എന്തെങ്കിലും സാധനം ചിലപ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പൂർണ്ണമായി ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് നേരത്തെ ആരോപണം വരുന്നുള്ളൂ. കാരണം പിണറായി ഇത്രയും സംരക്ഷിക്കണമെങ്കിൽ, ഇത് മാത്രമല്ല, പൂരം കലക്കിയ സംഭവം ഉണ്ടായിട്ട് പോലും പിണറായി വിജയൻ ഒരു നടപടി പോലും അജിത് കുമാറിനെ എടുക്കാതിരുന്നതിന് അജിത് കുമാറിന്റെ കയ്യിൽ എന്തോ കാര്യമായിട്ട് കയ്യിലുണ്ട് എന്നുള്ളത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഇനി ഇപ്പം രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അജിത് കുമാർ അത് പുറത്തു വിടാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും UDF സർക്കാരിന് ഇത് വലിയൊരു, ജനങ്ങളുടെ ഒരു വളരെയേറെ കയ്യടി നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്.